Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ലബോറട്ടറി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതില് ഗുഡ് ലബോറട്ടറി ഡിസൈൻസ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ ഇനി നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. നെക്സ്റ്റ് വൺ ലെവൽസ് ഓഫ് ലബോറട്ടറീസ്. നമുക്കറിയാം നമ്മള് ഇപ്പോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ ലാബിലൊക്കെ ചെല്ലുമ്പോൾ ഡിഫറെന്റ് ടൈപ്പിലുള്ള ലബോറട്ടറീസ് നമ്മൾ കാണാറുണ്ട് അല്ലെ. ചിലത് വലിയ വലിപ്പമൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു ലബോറട്ടറി ആയിരിക്കും. കുറച്ച് അത്യാവശ്യം കുറച്ച് പേരൊക്കെ കൊള്ളുന്ന തരത്തിലുള്ള ലബോറട്ടറി ആയിരിക്കും. അല്ലെങ്കിൽ ചില ലബോറട്ടറി കുറച്ചും കൂടി ഹൈടെക് ഹൈ ലെവൽ ആയിട്ടുള്ള ലബോറട്ടറികളായിരിക്കും. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പിൽ നമ്മള് ലബോറട്ടറീസുകൾ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ലെവൽസ് ഓഫ് ലബോറട്ടറീസ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. വായിക്കാം. Medical laboratories, according to NABL, NABL, full form ആണ് National Accreditation Board for Testing and Calibration Laboratories. ലാസ്റ്റ് എഴുതി എടുക്കുക കേട്ടോ. ഒരു അഫിലിയേഷന്റെ നമ്മുടെ നാക് എന്നൊക്കെ പറയില്ല, ഇപ്പൊ നാക്കിന്റെ കീഴിലുള്ള കോളേജസ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെയുള്ള ഒരു മെഡിക്കൽ ടേമിന്റെ ഒരു നാബലിന്റെ മീൻസ് അതിന്റെ കീഴിൽ വന്നിട്ടുള്ള ലബോറട്ടറികൾ നമ്മൾ 4 ബിലോ 4 അതിന്റെ താഴത്താണ് വരുന്നത്. ഇറസ്പെക്റ്റീവ് ദ പ്ലേസ് ദേ ആർ ഓപ്പറേറ്റിംഗ് ആൻഡ് ആർ ഈക്വലി ആപ്ലിക്കബിൾ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലുമായിട്ട് നമ്മൾ ലബോറട്ടറീസുകൾ ഓരോ ലെവലുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇനി ഓരോ ലെവലുകൾ ഏതൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ സ്മോൾ സൈസ്ഡ് നോക്കാം. ഇനി സ്മോൾ സൈസ്ഡ് ലബോറട്ടറി എങ്ങനെയാണെന്ന് നോക്കാം. എ ലബോറട്ടറി ദാറ്റ് റിസീവ്സ് samples of up to 100 patients participants per day. ഒരു ദിവസത്തില് 100 പേഷ്യൻസ് വരുന്നു, 100 സാമ്പിളുകൾക്ക് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ലബോറട്ടറികളാണ് സ്മോൾ സൈസ്ഡ് ലബോറട്ടറി എന്ന് പറയുന്നത്. മാക്സിമം ഒരു ദിവസം 100 പേരുടെ സാമ്പിൾ ആയിരിക്കും അവിടെ പരിശോധിക്കുന്നത്. സെക്കൻഡ് വൺ മീഡിയം സൈസ്ഡ്, കുറച്ചും കൂടി സ്മോളിനേക്കാളും കുറച്ചും കൂടി ഉയർന്ന തരത്തിലുള്ളത് മീഡിയം സൈസ്ഡ്. A laboratory that receives sample of up to 101 to 400 patients. ഒരു 100ൽ 101 തുടങ്ങി ഒരു 400 വരെ പേഷ്യൻസിന് ഒറ്റ ദിവസം നമുക്ക് സാമ്പിളുകൾ ടെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ലബോറട്ടറി ആണ് മീഡിയം സൈസ്ഡ് ലബോറട്ടറി. സ്മോൾ എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ ഒരു 100 ടെസ്റ്റുകൾ നമ്മൾ സാമ്പിളുകൾ ചെയ്യും. മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു 101 തുടങ്ങി 400 വരെ പേഷ്യൻസിന് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് അവിടെ ചെയ്യുന്നത്. തേർഡ് വൺ ലാർജ് സൈസ്ഡ്, മീഡിയത്തിനെല്ലാം കുറച്ചും കൂടി ഉയർന്നു അല്ലെ, ലാർജ് സൈസ്ഡ്. ഈ ലബോറട്ടറി ദാറ്റ് റിസീവ് സാമ്പിൾ ഓഫ് മോർ ദാൻ 401 and 1000 patient participants per day. 401 മുകളില് ഒരു 1000 ഉള്ളിലുള്ള പേഷ്യൻസിനെ നമ്മൾ ഒരു ഡേയില് നമ്മൾ എന്ത് ചെയ്യും, സാമ്പിള് കളക്ട് ചെയ്യുക, ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ലാർജ് സൈസിൽ ചെയ്യുന്നത്. ദെൻ വെരി ലാർജ് സൈസ്ഡ്, കുറച്ചും കൂടി ലാർജിനെല്ലാം ഉയർന്ന തരത്തിലുള്ളത്. ഈ ലബോറട്ടറി ദാറ്റ് റിസീവ്സ് മോർ ദാൻ 1000 പേഷ്യൻസ് പാർട്ടിസിപ്പൻസ് പെർ ഡേ. ഒരു ദിവസത്തില് ഒരു 1000 പേഷ്യൻസിൽ കൂടുതൽ നമ്മൾ സാമ്പിൾ എടുക്കുകയും ടെസ്റ്റ് ചെയ്യുകയും കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് വെരി ലാർജ് സൈസ്ഡ് ലബോറട്ടറി എന്ന് പറയുന്നത്. Then multiple location. A laboratory having more than one location in the same district with the same legal identity. ഒരേ പേരില് ഒരേ ലീഗൽ ഐഡന്റിറ്റിയിൽ തന്നെ ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒന്നിൽ കൂടുതൽ അധികം ലബോറട്ടറീസ് ഉള്ളതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ കാണാറുണ്ട്, ഇപ്പോ ഒരു ഏരിയയിൽ തന്നെ അവരുടെ തന്നെ ബ്രാഞ്ചസ് ആ ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ പല വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലായിട്ട് ഒരു ഡിസ്ട്രിക്റ്റിനുള്ളിൽ തന്നെ പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ അവരുടെ തന്നെ ലബോറട്ടറി നമ്മൾ കണ്ടുവരാറുണ്ട് ഇല്ലേ. ഇപ്പോ DDIC പോലുള്ള അങ്ങനെയുള്ള സ്കാനിങ്ങും ഇതൊക്കെ തന്നെ അവരുടെ തന്നെ ബ്രാഞ്ചസ് ആയിരിക്കും പല ഏരിയകളിലും ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ? നിങ്ങളുടെ അടുത്ത് തന്നെയൊക്കെ ചിലപ്പോ ഒരു DDIC അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ സെയിം കുറച്ച് നീങ്ങി വേറൊരു പ്ലേസിലും ഇത് തന്നെ ഇവരുടെ തന്നെ സെയിം ബ്രാഞ്ചസ് ഓപ്പണിംഗ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ അതിനെയാണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറയുന്നത്, ഒന്നിലധികം ലൊക്കേഷൻസ് ഉള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ലെവൽസ് ഓഫ് ലബോറട്ടറീസ് വായിച്ചു നോക്കിക്കോളൂ. ഓരോ
ഓരോ ലെവൽസിലും അല്ലെങ്കിൽ ഓരോ സൈസിലും എത്ര പേഷ്യൻസിനെ വരെയാണ് ഒരു ദിവസത്തിൽ അവരെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെന്ന് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് വായിച്ചു നോക്കാം. ഒരു ദിവസത്തില് സ്മോളിലാണെങ്കിൽ 100 പേഷ്യൻസ്, മീഡിയം ആണെങ്കിൽ 101 തുടങ്ങി 400 വരെയുള്ള പേഷ്യൻസുകള്, ലാർജിലാണെങ്കിൽ 400 അല്ലെങ്കിൽ 1000 ഉള്ളില്. ലാർജ് സൈസ്ഡ് ആകുമ്പോൾ 1000 മേലെ വരുന്ന പേഷ്യൻസിനെ അവര് ഒരു ദിവസം കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നു. മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ദാൻ 1 ലൊക്കേഷൻ ഉള്ള ലാബുകൾ. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. ഫുൾ ഫോമുകൾ ലാസ്റ്റ് നമുക്ക് അത് നോട്ടായിട്ട് എഴുതാം കേട്ടോ. നോട്ട് എഴുതിയെടുക്കാം. ഫോർ ഡിവൈഡഡ്, ഫോർ സൈസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 4 ആയിട്ടാണ്. ദെൻ മൾട്ടിപ്പിൾ ലൊക്കേഷൻ, ജസ്റ്റ് ഒന്നിലധികം ഉള്ളതിനെ നമ്മൾ മൾട്ടിപ്പിൾ ലൊക്കേഷൻ തരംതിരിച്ചിരിക്കുന്നതാണ്. സൈസ് 4 ടൈപ്പ് ആണ് കേട്ടോ. സ്മോൾ സൈസില്, മീഡിയം, ലാർജ്, ദെൻ വെരി ലാർജ് സൈസില്. സിലബസിന്റെ കാര്യം എന്ത് ചോദിക്കുന്നത് ക്ലാസ് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വായിച്ചെല്ലാവരും. നെക്സ്റ്റ് ഭാഗം എടുക്കാം നമുക്ക്. കുഴപ്പമില്ലല്ലോ, വായിച്ച് മനസ്സിലാക്കാനുള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നോക്കാം. നെക്സ്റ്റ് വൺ എക്യുപ്മെന്റ് അല്ലെ. നമ്മൾ പറഞ്ഞു, നമ്മൾ ലബോറട്ടറിയിൽ ചെല്ലുമ്പോൾ ഒത്തിരി എക്യുപ്മെന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലാബിൽ ചെല്ലുമ്പോൾ, പരിശോധനയ്ക്കായിട്ട് ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുമ്പോഴേ പേരൊന്നും അറിയില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് എക്യുപ്മെന്റ്സ് സംഭവങ്ങളൊക്കെ നമ്മൾ ഒരു ലാബിൽ ചെല്ലുമ്പോൾ കാണാറുണ്ട് അല്ലെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പോയി ടെസ്റ്റ് ചെയ്ത് അപ്പൊ തന്നെ പോരുകയാണോ അവിടെ ഇരിക്കുന്നത്? എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് അറിയാൻ പാടില്ലെങ്കിലും ഒന്ന് നോക്കാറുണ്ടോ നിങ്ങള്? ഇനി എപ്പോഴെങ്കിലും ഒക്കെ പോകുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇതൊക്കെ പഠിക്കണല്ലേ, അപ്പൊ നമുക്ക് ഇതിനെ പറ്റിയൊക്കെ ഒന്ന് അറിയണമല്ലോ. നോക്കാം. Each laboratory should arrange a list of equipment needed for functioning of the laboratory depending on the kind of test performed. അല്ലെ, ഓരോ ടെസ്റ്റുകളും പെർഫോംഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് എക്യുപ്മെന്റുകൾ അറേഞ്ച് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. എക്യുപ്മെന്റ് കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻസ്ട്രുമെന്റ്സ്. എക്യുപ്മെന്റ് തന്നെ ഹാർഡ്വെയർ ആയിട്ടുള്ള എക്യുപ്മെന്റുകളുണ്ട്, അതുപോലെ തന്നെ എന്താണ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും ഉണ്ട്. മെഷറിംഗ് സിസ്റ്റം ആൻഡ് ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം. അതുപോലെ തന്നെ മെഷറിംഗ് സിസ്റ്റം ഉണ്ട്, അതുപോലെ ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം. നമ്മൾ അവിടെ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം മീൻസ് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഉപയോഗിച്ചിട്ടാണ് ടെസ്റ്റുകളുടെ റിപ്പോർട്ടുകളും മറ്റും അവരെ കമ്പ്യൂട്ടറൈസ്ഡിൽ തയ്യാറാക്കുന്നത്. ഇനി ദ ഫോളോയിങ് ഷുഡ് ബി മെയ്ഡ് ഷുവർ. എന്തൊക്കെ കാര്യങ്ങളാണ് എക്യുപ്മെന്റ്സിൽ അവർ ചെയ്യുന്നതെന്ന് നോക്കാം. പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. Equipment should be chosen to meet the requirements of the laboratory with regard to design and capacity. അല്ലെ, ലബോറട്ടറിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള പ്രത്യേക ശേഷിയുള്ള ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കണം. അല്ലെ, അതിനു വേണ്ടിയിട്ട് ലബോറട്ടറിക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഉപകരണങ്ങളായിരിക്കണം തിരഞ്ഞെടുക്കുവാൻ. ആവശ്യമില്ലാത്ത ഉപകരണങ്ങൾ ലബോറട്ടറിക്ക് കൊണ്ടുവച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ? ലബോറട്ടറിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ എന്ത് ചെയ്യാ? സെലക്ട് ചെയ്ത് വെക്കുക. Second one, all equipments should be qualified before it is taken for clinical use. അല്ലെ, അതായത് എല്ലാ എക്യുപ്മെന്റ്സും ക്വാളിഫൈഡ് ആണെന്ന് നമ്മൾ ഉപയോഗത്തിന് ക്ലിനിക്കൽ യൂസിന് മുൻപ്, നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതിന് മുൻപ് ഇതെല്ലാം ക്വാളിഫൈഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. Third point, all equipment should be in usable condition at all times. എല്ലാ ടൈമിലും അത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കണ്ടീഷൻ ആണ് എന്ന് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്തിട്ട് എല്ലാ ടൈമിലും അത് ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷൻ ആണെന്ന് എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. Regular inspection, cleaning and maintenance of equipment should be performed.
regular inspection, cleaning and maintenance of equipment should be performed. Maintenance performed as per the recommendation of the manufacturer or more as required. Example, with overuse or aging of equipment. അല്ലെ, അതായത് റെഗുലർ ആയിട്ടുള്ള ഒരു പതിവ് പരിശോധനയൊക്കെ ചെയ്യുക, എക്യുപ്മെന്റ്സ് ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയും ക്ലീനിങ് അല്ലെ, ക്ലീൻ ചെയ്യുക, മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ, മെയിൻ്റെനൻസ് വർക്ക് എന്തെങ്കിലും നടത്താനുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, അത് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് തന്നെ അതിന്റെ അങ്ങനെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ നടത്തുക. ഇപ്പോ ഓവർ യൂസ് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ആ ഒരു എക്യുപ്മെന്റ്സിന് വല്ല പോരായ്മയോ കണ്ടീഷൻ മോശമോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിന്റെ അറ്റകുറ്റപ്പണികൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതനുസരിച്ച് നടത്തുക. നെക്സ്റ്റ്, laboratories should maintain needful instruction for operation and maintenance of equipment in the form of SOP. SOP എന്ന് വെച്ചാൽ എന്താ? സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ. സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ എന്നാണ് അതിന്റെ ഫുൾ ഫോം. നമുക്ക് ലാസ്റ്റ് നോട്ട് എഴുതാം. A copy of the same should be made available near the equipment. അല്ലെ, നമുക്ക് എന്താണോ എക്യുപ്മെന്റ് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു ഫോം, അതിന്റെ ഒരു ജസ്റ്റ് പ്രിന്റ് ഔട്ട് ആ ഉപകരണത്തിന്റെ അടുത്തായിട്ട് വെക്കുക. ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ATM കൗണ്ടറിൽ പോകാറുണ്ട് ഇല്ലേ? പോയിട്ടുണ്ടോ? ATM-ൽ പോകാറുണ്ടോ? ആരും പോയിട്ടില്ല? ATM-ൽ പോവാറുണ്ടോ? യെസ്. അങ്ങനെ നമ്മൾ ATM മെഷീൻ അവിടെ കൗണ്ടറിൽ ചെല്ലുമ്പോ ജസ്റ്റ് അത് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഒരു ചെറിയൊരു ഇതുപോലെ അവിടെ മീൻസ് ആ ATM മെഷീന്റെ അടുത്ത് തന്നെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് ആദ്യം ഓരോ പ്രോസസ് ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ? ഇനി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി പോകുമ്പോ ഒന്ന് ശ്രദ്ധിക്കണേ. ഇങ്ങനെ ATM കൗണ്ടറിലൊക്കെ ആ ഒരു എക്യുപ്മെന്റ് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യിക്കുന്നത്, അതിന്റെ മീൻസ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പ് ആയിട്ട് തന്നെ. ഇപ്പൊ നമുക്ക് പിൻ നമ്പർ മാറ്റണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചിങ് വരുത്തണോ, അപ്പോ അത് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് പ്രൊസീജിയർ ആയിട്ട് തന്നെ അവിടെ ആ എക്യുപ്മെന്റിന്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ലബോറട്ടറിയിൽ പറയുന്നത് ആ എക്യുപ്മെന്റ് എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതിന്റെ ഇൻസ്ട്രക്ഷൻസ് അത് എന്ത് ചെയ്യുക, എക്യുപ്മെന്റ്സിന്റെ അടുത്ത് തന്നെ വെക്കുക, അതിന്റെ ഒരു കോപ്പി. Then next one, all equipments should undergo calibration and verification. എല്ലാ എക്യുപ്മെന്റ്സുകളും അതുപോലെ തന്നെ എന്താണ് എല്ലാ ഉപകരണങ്ങളും പരിശോധന നടത്തണമെന്ന്. മീൻസ് കാലിബ്രേഷൻ, അതിന്റെ കപ്പാസിറ്റി എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ഒന്ന് വെരിഫിക്കേഷൻ ചെയ്യുക. Then next, maintains contracts including warranty cards, telephone numbers of personnel needs to be contacted in the event of equipment malfunction should be kept safely but within reach for the user. അല്ലെ, അതായത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു അല്ലെ, ഇപ്പൊ മിക്സി വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു ഓവൻ വാങ്ങിച്ചു, ഫ്രിഡ്ജ് വാങ്ങിച്ചു, അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ ഒപ്പം തന്നെ നമുക്കൊരു വാറന്റി കാർഡ് കിട്ടും ഇല്ലേ? കിട്ടാറുണ്ടോ? അത് സൂക്ഷിച്ചു വെക്കാറുണ്ടോ നിങ്ങള്? യെസ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ വാറന്റി കാർഡ് സൂക്ഷിച്ചു വെക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ വാറന്റി കാർഡ് എന്തിനാണ് അവർ തരുന്നത് നമുക്ക്? അല്ലെങ്കിൽ നമ്മൾ അത് സൂക്ഷിച്ചു വെച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്താണ് അതിന്റെ ബെനഫിറ്റ്? കംപ്ലൈന്റ് വന്നാല് എന്ത് ചെയ്യും നമ്മള്? കംപ്ലൈന്റ് അല്ലെങ്കിൽ റിപ്പയർ ഒക്കെ ചെയ്ത് ചിലപ്പോ ഫ്രീ സർവീസും അല്ലെങ്കിൽ ഇത്ര വർഷത്തെ ഗ്യാരണ്ടി അവർ ഓൾറെഡി തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മള് എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവരെ വിളിച്ചിട്ട് നമുക്ക് അതിന്റെ സർവീസ് ചെയ്യാനും പറ്റും. നമ്മളൊക്കെ ഹെൽപ്ഫുൾ ആണ്. അപ്പോ ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ആ എക്യുപ്മെന്റ്സിന്റെ വാറന്റി കാർഡ് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ടെലിഫോൺ നമ്പേഴ്സ് ഒക്കെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ഇനി എക്യുപ്മെന്റ് ഇനി മാൽഫങ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായിട്ട് പ്രവർത്തിക്കാതിരിക്കലോ നിങ്ങൾ പറഞ്ഞ പോലെ എന്തെങ്കിലും കംപ്ലൈൻസ് വരികയാണെങ്കിലോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ വാറന്റി കാർഡ് ഉപയോഗിച്ചിട്ട് അവരെ വിളിക്കാനും അത് സർവീസ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നു. Then last one, user manual should be readily available for reference. അല്ലെ, ഉപയോഗ മാനുവൽ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ആ ഒരു മാനുവൽ റെഫറൻസിനായിട്ട് എളുപ്പം ലഭ്യമായിരിക്കണം എന്ന്. പെട്ടെന്ന് നമുക്കത് മീൻസ് എല്ലാവർക്കും ആ റെഫറൻസ് ഒരു മാനുവൽ പോലെ ചെയ്യണം. എങ്ങനെയാണ് ഓരോ എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്യിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു മാനുവൽ തയ്യാറാക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്യുപ്മെന്റ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. എക്യുപ്മെന്റ്സ് കേട്ടോ, വായിച്ചു നോക്കാം.
SOP സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ആണ്. ജസ്റ്റ് ഒന്ന് നോട്ട് അണ്ടർലൈൻ ചെയ്തിട്ടോളൂ. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? എക്യുപ്മെന്റ് ഷുഡ് ബി ചൂസൺ മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് ലബോറട്ടറി വിത്ത് റിഗാർഡ് ടു ഡിസൈൻ ആൻഡ് കപ്പാസിറ്റി. ഒരു ലബോറട്ടറിയുടെ ആവശ്യകതകൾക്ക് അനുസരിച്ച് റിക്വയർമെന്റ്സിന് ലബോറട്ടറിക്ക് ആവശ്യമായിട്ടുള്ള രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഉപകരണങ്ങൾ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ആവശ്യമില്ലാത്ത ഉപകരണം അവിടെ ലബോറട്ടറി കൊണ്ട് വെച്ചിട്ട് വല്ല ഉപകാരം ഉണ്ടാവോ? ഇല്ല. അപ്പോ എന്താണോ അവിടെ ആവശ്യമുള്ള ഉപകരണം അത് അതിൻ്റെതായ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് കപ്പാസിറ്റിയോട് കൂടിയിട്ടായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം പറയുന്നുള്ളൂ കേട്ടോ. വലിയ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ജസ്റ്റ് ആ പോയിന്റ് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് പറയാം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ തരാം. കുറച്ച് ഫുൾ ഫോമുകൾ ഇതിൽ വരുന്നുണ്ട്, ഫുൾ ഫോമിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം. വായിച്ചു നോക്കിക്കോളൂട്ടോ, എല്ലാ പോയിന്റ്സും വായിക്കുക. തരാം ക്വസ്റ്റ്യൻസ് ഞാൻ ലാസ്റ്റ് തരാം കേട്ടോ. നമുക്കൊരു ചാപ്റ്റർ കൂടി ഇല്ലേ ഇനി? കംപ്ലീറ്റ് ചെയ്ത് വായിച്ചെല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലെ, എന്തൊക്കെയാണ് പോളിസീസുകളും അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സും? ഒരു ലബോറട്ടറിയിലെ പോളിസീസും പ്രൊസീജിയേഴ്സും ആണ് പറയാൻ പോകുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് 4 തരത്തിലുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും ആണ് പറയുന്നത്. ഫസ്റ്റ് അതിന്റെ ഹെഡിങ് മാത്രം ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. സെക്കൻഡ് വൺ, requisition form, test requisite form. Third one, sample acceptance and rejections. Then fourth one, laboratory records. Okay, first one നോക്കാം. Policies and procedures. First one പറയുന്നത് സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. എന്തൊക്കെയാണ് സാമ്പിൾ ലേബലിംഗിലും ഡോക്യുമെന്റേഷൻസിലും ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. Specimen should be attached with at least 2 unique identifiers. Example, name, age, etc. അല്ലെ, നമ്മൾ ആ ഒരു ലേബലിംഗിൽ മെയിൻ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. പെട്ടെന്ന് മനസ്സിലാകുന്ന പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏജും നെയിമും. Then specimen labeling using barcodes is an option that may decrease errors. ഇനി ഇപ്പോ നെയിമും ഏജും കൂടാതെ ഓപ്ഷണൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ബാർകോഡ്സ് യൂസ് ചെയ്യാം. ബാർകോഡ്സ് യൂസ് ചെയ്യുന്നത് വേറെ കറക്ഷൻസും എറേഴ്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ലേബൽ മേ ഇൻക്ലൂഡ് ഫോളോയിങ് ഡീറ്റെയിൽസ് അല്ലെ, എന്തൊക്കെയാണ് ലേബലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ്? ഒരു പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആണ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. നോക്കാം. പേഷ്യൻസ് നെയിം, ഏജ്, ജെൻഡർ, ദെൻ പേഷ്യന്റ് ID, then test requested, then time and date specimen collection അല്ലെ, പേഷ്യൻസിന്റെ നെയിം, ഏജ്, ജെൻഡർ ഏതാണോ അത് കൊടുക്കുക. അതുപോലെ പേഷ്യന്റിന്റെ ഒരു ID നമ്പർ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാകും. ദെൻ ടെസ്റ്റ് റിക്വസ്റ്റഡ്, എന്തൊക്കെയാണ് ടെസ്റ്റുകൾ ചെയ്യാനുള്ള റിക്വസ്റ്റുകൾ. ദെൻ ടൈം, ഡേറ്റ്, ആ സ്പെസിമെൻ കളക്ഷൻ ചെയ്യുന്ന ആ ഒരു ടൈമിലുള്ള ഏത് ഡേ ആണോ അല്ലെങ്കിൽ ഏത് ഡേറ്റ് ആണോ ആ ഒരു ടൈമും കൂടി അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ലേബലിംഗിൽ ഉൾപ്പെടുന്നത്. Second one, requisition form or test requisite form.
എന്തൊക്കെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ആ ഒരു ഫോമുകളും കാര്യങ്ങളും കൊടുക്കുന്നതെന്നാണ് ഇനി പറയുന്നത്. The requisition form should be finished by the doctor, health worker requesting the test and sent together with the specimen patient to the laboratory. നമ്മൾ ലാബിൽ ചെല്ലുമ്പോൾ നമ്മളുടെ ഇഷ്ടമുള്ള ടെസ്റ്റിന്റെ പേരാണോ നമ്മൾ പറയുന്നത്? ആണോ? ലാബിൽ നമ്മൾ ചെന്നിട്ട് അങ്ങനെ പറയാറുണ്ടോ? അങ്ങനെയാണോ? നമുക്ക് ഇഷ്ടമുള്ള ടെസ്റ്റ് ചെയ്യാൻ ഇന്ന ടെസ്റ്റ് ചെയ്തോളൂ അങ്ങനെ പറഞ്ഞിട്ടാണോ പോകുന്നത്? അല്ല അല്ലെ, മറിച്ച് ആരാണ് നമുക്ക് ടെസ്റ്റ് എഴുതി തരുന്നത്? ടെസ്റ്റ് എഴുതി തരുന്നത് ആരാണ്? ഒരു ഡോക്ടർ ആയിരിക്കും അല്ലെ? ഡോക്ടറാണ് നമുക്ക് നമ്മൾ ഡോക്ടറിന്റെ ചീട്ടിന്റെ ഒപ്പം ഇന്ന ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത് എന്ന് എഴുതി തരാറുണ്ട് അല്ലെ? ഇവിടെ പറയുന്നത് അത് തന്നെയാണ്. പരിശോധനകള് അല്ലെ, മീൻസ് ഡോക്ടർ അല്ലെങ്കിൽ ഒരു ആരോഗ്യ നഴ്സോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരാണ് അപേക്ഷാ ഫോം പൂർത്തിയാക്കിയിട്ട് ഇന്ന ടെസ്റ്റ് ഈ പേഷ്യൻസിന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ലബോറട്ടറിയിലേക്ക് അയക്കുന്നത്, സെൻഡ് ചെയ്യുന്നത്. ഡോക്ടറാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഏത് ടെസ്റ്റ് ആണോ ചെയ്യേണ്ടതെന്ന് എഴുതി ആ ഫോം ലബോറട്ടറിയിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. Second one, the patient identity, age, location, date and time, specimen collection, investigation requested, and source of sample, etc., culture and histopathology should be also included. In requisition formula include ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രോഗിയുടെ ഐഡന്റിറ്റി, ഏജ് അല്ലെ, പിന്നെ ലൊക്കേഷൻ, അതുപോലെ തന്നെ സാമ്പിൾ ശേഖരിച്ച ആ ഒരു ഡേറ്റ്, ടൈം, അതുപോലെ തന്നെ എന്താണ് ഈ പിന്നെന്താണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റിക്വസ്റ്റഡ് സോഴ്സ് ഓഫ് എ സാമ്പിൾ, കറക്റ്റ് ആയിട്ടുള്ള സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. ഇപ്പോ കൾച്ചർ ആൻഡ് മീൻസ് രോഗം കണ്ടെത്താനൊക്കെ ആയിട്ട് നമ്മൾ കൾച്ചർ ഒക്കെ കൊടുക്കില്ലേ, അതിന്റെ കറക്റ്റ് അളവുകളും കാര്യങ്ങളും ഇൻവെസ്റ്റിഗേഷൻസ് ഇതൊക്കെയാണ് റിക്വസിഷൻ ഫോർമുല ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, മൂന്നാമത്തത് നോക്കാം. സാമ്പിൾ അക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷൻസ്. സാമ്പിള് അക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യുകയോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, all specimens should be checked on receiving in the laboratory for fitness for test. These checks should include suitable container, quantity, volume in case of blood urine sample. അല്ലെ, ഇപ്പൊ നമ്മള് ഒരു ലബോറട്ടറിയിൽ ചെന്നു അല്ലെങ്കിൽ ബ്ലഡോ അല്ലെങ്കിൽ യൂറിനോ സാമ്പിളിന് കൊടുക്കുമ്പോൾ അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ തരാറുണ്ട്, ചെറിയൊരു അല്ലെ, ചെറിയൊരു ഇത്. അപ്പൊ ആ കണ്ടെയ്നറിൽ കറക്റ്റ് ക്വാണ്ടിറ്റിയിലും വോളിയത്തിലും ആയിരിക്കണം നമ്മൾ ഈ സാമ്പിള് കൊടുക്കാൻ. ക്വാളിറ്റി ഓഫ് സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് ടിഷ്യൂ സാമ്പിൾ. ഇപ്പോൾ ടിഷ്യൂസ് ഒക്കെ ആണെങ്കിൽ അത് അതിന്റെ ക്വാളിറ്റിയിൽ കറക്റ്റ് ക്വാണ്ടിറ്റിയിലും അല്ലെങ്കിൽ ക്വാളിറ്റിയിലും തന്നെ കൊടുക്കുക. എനി ലീക്കേജ് എക്സെട്ര. ഇപ്പൊ ലീക്കേജുകളോ മറ്റും ഒന്നും വരാൻ പാടില്ല, ചോർച്ച ഒന്നും വരാനായിട്ട് പാടില്ല. നമ്മൾ സാമ്പിൾ കൊടുക്കുമ്പോൾ കറക്റ്റ് അളവിൽ അത് പരിശോധിക്കാനായിട്ട് ഇതിന് ലീക്കേജ് ഒന്നും വരാത്ത നല്ല രീതിയിലുള്ള കണ്ടെയ്നറിലായിരിക്കണം കൊടുക്കേണ്ടത്. Then second one, records should be kept for acceptance, rejections with reasons and actions specified. All of the sample received in the laboratory as per the criteria defined earlier. അതായത് ഇപ്പോ ലബോറട്ടറിയിൽ ലഭിച്ച എല്ലാ സാമ്പിളുകളുടെയും സ്വീകാര്യത നിരസിക്കുന്നതിനോ അല്ലെങ്കിൽ സ്വീകരിക്കുന്നതിനോ കാരണങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും റെക്കോർഡിൽ എഴുതിയിരിക്കണം. Then if laboratory rejects any sample, ഇപ്പോ ഏതെങ്കിലും തരത്തില് ഈ സാമ്പിൾ കൊടുത്തിട്ട് ലബോറട്ടറി അത് ടെസ്റ്റ് ചെയ്തില്ല, നിരസിക്കുകയാണെങ്കിൽ it should be informed the patient, doctor and need for recollection. ഇപ്പോ ഏതെങ്കിലും സാമ്പിൾ കൊടുത്തു, ചിലപ്പോ സാമ്പിൾ ഇതുപോലെ ലീക്കേജ് സംഭവിക്കുകയോ എന്തെങ്കിലും ചെയ്തുകൊണ്ട് കാരണം ഉണ്ടാകും അല്ലെ. അപ്പോ അങ്ങനെ അവര് നിരസിക്കുകയാണെങ്കിൽ അത് ഡോക്ടറെയും അറിയിക്കണം, പേഷ്യന്റിനെയും അറിയിക്കണം, കൂടാതെ അത് റീകളക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അക്സെപ്റ്റൻസിലും റിജക്ഷൻസിലും വരുന്നത്. വായിക്കാൻ മനസ്സിലാകുന്നുള്ളൂ കേട്ടോ, വലിയ ബുദ്ധിമുട്ടില്ല. ലബോറട്ടറി റെക്കോർഡ്. ലാസ്റ്റ് വൺ, റെക്കോർഡിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിക്കേണ്ടത്? All the released laboratory reports should be stored as per the national regular needs. അല്ലെ, എല്ലാ ലബോറട്ടറി റിപ്പോർട്ട്സുകളും നാഷണൽ റെഗുലേറ്ററി നീഡ്സ് മീൻസ് ദേശീയ റെഗുലേറ്ററി ആവശ്യങ്ങൾക്ക് അനുസരിച്ച് വേണം അത് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ആ ഹോസ്പിറ്റലില് ലബോറട്ടറിയിൽ അത് സൂക്ഷിക്കണം. സെക്കൻഡ് വൺ,
The records can be kept as physical copies as instrument printouts, photocopies, or electronically. LIS or HIS. HIS എന്തായിരുന്നു? HIS full form. HIS നമ്മൾ പഠിച്ചല്ലേ? ആർക്കും അറിയില്ല HIS? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോ LIS എന്തായിരിക്കും? ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോ പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള ടെസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ, അതിന്റെ പ്രിന്റ് ഔട്ട്സുകളും കെപ്റ്റ് ചെയ്യണം, സൂക്ഷിക്കണം. അതുപോലെ തന്നെ ലബോറട്ടറി LIS-ലോ അല്ലെങ്കിൽ HIS-ലോ അത് ആ റെക്കോർഡ് സൂക്ഷിക്കണം. Then use of LIS, laboratory information system. Laboratory information management system enables a laboratory to track specimen from receipt, processing, testing and reporting to storage. അല്ലെ? അതായത് യൂസ് ഓഫ് ഈ ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ ഈ പേഷ്യൻസിന്റെ ടെസ്റ്റുകളെ സംബന്ധിച്ചിട്ടുള്ള റിസൾട്ടുകളും റെക്കോർഡുകളും നമ്മൾ സൂക്ഷിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മീൻസ് ആ LIS ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടെസ്റ്റിംഗ് റിപ്പോർട്ട് എന്നിവയിൽ നിന്നും സ്റ്റോറേജിലേക്ക് ട്രാക്ക് ചെയ്യാനൊക്കെ സാധിക്കും എന്നാണ് പറയുന്നത്. ആ റിസീപ്റ്റും കാര്യങ്ങളൊക്കെ സ്റ്റോറേജിലോട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ്, 4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ പോളിസി പ്രൊസീജിയേഴ്സിൽ വരുന്നത്. സാമ്പിൾ ലേബലിംഗ്, റിക്വസിഷൻ ഫോം, ദെൻ സാമ്പിൾ അക്സെപ്റ്റൻസ്, റിജക്ഷൻസ്, ലബോറട്ടറി റെക്കോർഡ്സ്. ഓക്കെ, ഇത് വായിച്ചു നോക്കിക്കോളൂ. പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വായിക്കുക. ഇതിൽ കുറച്ചുള്ളിൽ കുറച്ച് ഫുൾ ഫോമുകളും കാര്യങ്ങളും വരുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പൊയ്ക്കോളൂ. ഇനി നമുക്ക് അറിയാത്ത ഫുൾ ഫോമുകൾ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നോട്ട് എഴുതാം കേട്ടോ. നിങ്ങൾക്ക് സ്വയം വായിച്ച് മനസ്സിലാക്കാവുന്നുള്ളൂ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ? ലബോറട്ടറിയിൽ ചെന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. എല്ലാ പോയിന്റ്സുകളും വായിക്കണേ. LIS, laboratory information system. HIS, the hospital information system. മൂന്നാമത്തെ സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ഷുഡ്
അതായത് ഇപ്പോ നമ്മള് എന്താ ഇപ്പോ റിജക്ഷൻ ചെയ്യുകയാണോ അക്സെപ്റ്റ് ചെയ്യുകയാണ്, റിജക്ഷൻ ചെയ്യുകയാണെങ്കിലും അതിന്റെ റീസൺസും കാര്യങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡിൽ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എടുത്തോട്ടെ. കഴിഞ്ഞായിരുന്നു വായിച്ചെല്ലാവരും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ലബോറട്ടറി റെക്കോർഡ്സ് ഇൻക്ലൂഡ് ബട്ട് ആർ നോട്ട് ലിമിറ്റഡ് ടു ദ ഫോളോയിങ്. അപ്പോ നമ്മളിപ്പോ ലബോറട്ടറി റെക്കോർഡ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ലബോറട്ടറി റെക്കോർഡ്സിൽ ഉൾപ്പെടുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കാം, കുറച്ചൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയുണ്ട്. റിക്വസ്റ്റ് ഫോം അല്ലെ, റിക്വസ്റ്റ് ഫോമുകള്, അതുപോലെ തന്നെ റിസൾട്ട് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്സ്, റിപ്പോർട്ട്സിന്റെ റിസൾട്ട്സുകളും അതിന്റെ കോപ്പികളും, ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്സുകളും, ലബോറട്ടറി വർക്ക് ബുക്സ് ആൻഡ് വർക്ക് ഷീറ്റ്, ലബോറട്ടറി സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽ എഴുതിക്കുന്ന വർക്ക് ബുക്സുകളും വർക്ക് ഷീറ്റുകളും. ദെൻ ലബോറട്ടറി രജിസ്റ്റർ, ലബോറട്ടറിയുടെ ഒരു രജിസ്റ്റർ ഉണ്ടാവും, വരുന്ന പേഷ്യൻസിന്റെ പേരുകളും ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുള്ള രജിസ്റ്റർ. ദെൻ കാലിബ്രേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്, കാലിബ്രേഷൻ എന്ന് വെച്ചാൽ കപ്പാസിറ്റി എങ്ങനെയൊക്കെയാണ് അക്യുറേറ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു കണക്കുകളും കാര്യങ്ങളൊക്കെ എഴുതുന്ന ഒരു ബുക്ക്. ദെൻ QC റെക്കോർഡ്സ്, ക്വാളിറ്റി, QCയുടെ ഫുൾ ഫോം എന്താ, ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി കൺട്രോൾ റെക്കോർഡ്സ്, അങ്ങനത്തെ സേഫും കാര്യങ്ങളും, ക്വാളിറ്റി മാനുവൽ മീൻസ് നമ്മളുടെ ആ ഒരു ലബോറട്ടറിയുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്. ദെൻ ഇൻസിഡന്റ് ബുക്ക്, കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്സുകൾ, എന്തെങ്കിലും തിരുത്തലുകളോ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളോ സംഭവമായിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങളോ നടത്തുന്നത്. ദെൻ സ്റ്റോക്ക് കാർഡ്സ് ആൻഡ് സപ്ലൈ റെക്കോർഡ്സ്, സ്റ്റോക്ക് കാർഡുകളും മറ്റും വിതരണ റെക്കോർഡ്സുകൾ പേഷ്യൻസിന് കൊടുക്കാറുണ്ടെങ്കിൽ അങ്ങനെയുള്ള റെക്കോർഡ്സുകൾ. പേഴ്സണൽ റെക്കോർഡ്സ്, സ്റ്റാഫ് ട്രെയിനിങ്, കോമ്പിറ്റൻസി റെക്കോർഡ്സ് ആൻഡ് ഹെൽത്ത് റെക്കോർഡ്സ്, പേഴ്സണൽ റെക്കോർഡ്സുകൾ സ്റ്റാഫിന്റെ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നതും അങ്ങനെയുള്ള റെക്കോർഡ്സുകൾ. ദെൻ കംപ്ലൈന്റ്സ് ആൻഡ് റീസൊല്യൂഷൻ, പരാതികളും അവയുടെ പരിഹാരങ്ങളൊക്കെ എഴുതുന്ന ഒരു ബുക്ക്. ദെൻ ഇൻവെന്ററി ഓർ അസറ്റ്സ്, ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്, ഇൻവെന്ററി മലയാളത്തിൽ എന്താ പറയാ, ഇൻവെന്ററി മീൻസ് ചരക്ക് പട്ടിക, വിശദ വിവരങ്ങൾ എന്നൊക്കെ പറയില്ലേ. ഇപ്പോ ഏതെങ്കിലും ലബോറട്ടറിയിൽ ഇൻവെന്ററി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഓരോന്നിന്റെ റേറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും ഇല്ലേ, ഓരോ ടെസ്റ്റുകളുടെ ചെയ്യേണ്ടതും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുള്ള ഇൻവെന്ററി. ദെൻ സേഫ്റ്റി മാനുവൽ, സുരക്ഷാ മാനുവൽ ഒക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ബഡ്ജറ്റ്. ദെൻ SOPs, SOPs നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, SOP തന്നെയാണ് കേട്ടോ, അതായത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ആ എസ് ഒരു സ്മോൾ ലെറ്റേഴ്സ് ആയിട്ടാണ് കാണിക്കേണ്ടത്, അതിൽ മിസ്റ്റേക്ക് വന്നേക്കാണ്. SOP എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ദെൻ വർക്ക് ലോഡ് ആൻഡ് സർവൈലൻസ് റിപ്പോർട്ട്സ്, ജോലി ഭാരവും അതുപോലെ തന്നെ എന്താണ് നിരീക്ഷണ റിപ്പോർട്ടുകളും, നമ്മൾ ഓരോ ടെസ്റ്റുകൾ ചെയ്യുന്നതിന്റെ മറ്റു റിപ്പോർട്ട്സുകളൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലബോറട്ടറി റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് മാത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് നോക്കാം, സേഫ്റ്റി ഇൻ ലബോറട്ടറീസ്. നമ്മൾ പറഞ്ഞു ലബോറട്ടറീസിൽ ഒത്തിരി എക്യുപ്മെന്റ്സുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്കും മറ്റും ഒരു സേഫ്റ്റി വേണ്ടേ, സേഫും കാര്യങ്ങളും ആയിരിക്കണം. അപ്പോ എന്തൊക്കെയാണ് നമുക്ക് ലബോറട്ടറിയിൽ സേഫിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് നോക്കാം. Personnels who are working in laboratories may be subjected to risk from various chemicals, infectious materials, fire danger, electrical shock, gas leak, etc. അല്ലെ. അപ്പൊ നമുക്കറിയാം ലബോറട്ടറികളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അല്ലെ, അവിടെ കുറെ സ്റ്റാഫുകൾ ഉണ്ടാകും. അവര് വിവിധ രാസവസ്തുക്കൾ, ഇപ്പോ കെമിക്കൽ രാസവസ്തുക്കൾ ഉണ്ടാവും. അതുപോലെ തന്നെ പകർച്ച ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതുപോലെ തന്നെ എന്താണ് തീപിടുത്തം അല്ലെങ്കിൽ ഷോക്ക് അല്ലെ, വൈദ്യുതം മീൻസ് ഇലക്ട്രിക്കൽ ഷോക്കുകളോ അല്ലെങ്കിൽ ഗ്യാസ് ലീക്ക് തുടങ്ങിയ അപകടങ്ങൾക്ക് വിധേയരാകാം അല്ലെ. ഇങ്ങനെയുള്ളവര് അവര് റിസ്ക് ആണ് അല്ലെ, ഏറ്റെടുക്കേണ്ടതായിട്ട് വരാം. The environment is also at risk of being contaminated by dangerous materials used and waste generated in the laboratory. അപ്പോ ഈ ലബോറട്ടറിയിൽ നിന്നും നമ്മൾ ഒത്തിരി എന്താ പറയാ ബയോമാലിന്യങ്ങൾ അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടാമിനേറ്റഡ് ആയിട്ട് അത് എൻവയോൺമെന്റിലും എന്താണ് പരിസ്ഥിതി മലിനമാക്കാനും സാധ്യതയുണ്ട്. Policies should define the use of sharp disposal of bio waste, reagent, sharp and other waste evolved
in the laboratory according to the local and national regulations. ഈ ലോക്കൽ ആൻഡ് നാഷണൽ റെഗുലേഷൻസ് അല്ലെ, നമുക്കറിയാം പ്രാദേശികവും അല്ലെങ്കിൽ ദേശീയവുമായിട്ടുള്ള ലോക്കൽ ആൻഡ് നാഷണൽ, ദേശീയവും പ്രാദേശികവും ആയിട്ടുള്ള ചട്ടങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം ഈ ലബോറട്ടറിയിൽ വികസിപ്പിച്ചെടുത്ത ഷാർപ്പ് വേസ്റ്റുകളും അതുപോലെ തന്നെ ഈ ബയോ മാലിന്യങ്ങളും അല്ലെങ്കിൽ എന്നിവയുടെ ഉപയോഗനയങ്ങളൊക്കെ നിർവചിക്കണമെന്ന് പറയണമെന്ന്. കാരണം എങ്ങനെയാണ് അത് നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യേണ്ടത് എന്നൊക്കെ എന്ത് ചെയ്യാ, ഈ നമ്മള് ഒരു നാഷണൽ ആയിട്ടും ലോക്കൽ ആൻഡ് നാഷണൽ, പ്രാദേശികമായിട്ടും ദേശീയമായിട്ടുള്ള ചട്ടങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം ഇങ്ങനെയുള്ള വേസ്റ്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് റെഗുലേഷൻസ് കൊണ്ടുവരാൻ അല്ലെ. ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചായിരുന്നോ നിങ്ങള്? ബയോമെഡിക്കൽ വേസ്റ്റ്, യെസ്, ഓക്കെ. അതില് എന്താണ് നിങ്ങൾ പഠിച്ചത്? നമ്മൾ പറഞ്ഞില്ലേ ബയോമെഡിക്കൽ വേസ്റ്റിന് ഡിഫറെന്റ് കളർ കോഡുകളുള്ള സെപ്പറേറ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലാണ് നിക്ഷേപിക്കുന്നത്. പഠിച്ചോ? അങ്ങനെ പഠിച്ചോ ചാപ്റ്റർ? യെസ്, ഓക്കെ. എന്നിട്ട് എന്ത് പറ്റിയ അറിവൊന്നും റെസ്പോൺസ് ഇല്ലല്ലോ. ഹസാർഡ്സ് വേസ്റ്റുകളും ഓക്കെ അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു അതില് ഡിഫറൻസ് ആയിട്ടുള്ള പല കളറുള്ള എല്ലാവരും കൂടി ഒരേ ബാഗിൽ ഒരു കണ്ടെയ്നറിലാണോ നിക്ഷേപിക്കുന്നത്? എല്ലാത്തരം വേസ്റ്റുകളും കൂടി ഒരു കണ്ടെയ്നറിൽ നിക്ഷേപിക്കോ? ഇല്ല, സെപ്പറേറ്റഡ് ആയിട്ട് യെല്ലോ ബാഗ് ഉണ്ട്, റെഡ് ബാഗ്, ബ്ലാക്ക്, അങ്ങനെ ഓരോ കണ്ടെയ്നേഴ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സിലെ കണ്ടെയ്നേഴ്സിലാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ വേസ്റ്റുകൾ മീൻസ് ഡിസ്പോസൽ ചെയ്യുന്നത്. ആ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. It is necessary to train all personnel in standard precautions. അപ്പോ എന്ത് വേണം? നമ്മൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക്, ഈ ലബോറട്ടറിയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് പ്രത്യേകം ഒരു ട്രെയിനിങ് കൊടുക്കണമെന്ന്, അവരുടെ പ്രിക്കോഷൻസിന് വേണ്ടിയിട്ടും പ്രത്യേകം എന്ത് ചെയ്യുക? ട്രെയിനിങ്സുകൾ നൽകുക. Safety in laboratories therefore includes protection of both the personnel and the environment from dangerous materials അല്ലെ. അപ്പോ അതുപോലെ തന്നെ നമ്മൾക്കറിയാം ലബോറട്ടറികളിലെ സുരക്ഷയിൽ നിന്നും ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ഡേഞ്ചറസ് മെറ്റീരിയൽസിൽ നിന്നും എൻവയോൺമെന്റിനെയും നമ്മൾ സംരക്ഷണം ഉറപ്പുവരുത്തണം. നിൽക്കുന്ന വർക്കേഴ്സിനും മനുഷ്യർക്ക് മാത്രമല്ല അതുപോലെ തന്നെ എന്താണ് എൻവയോൺമെന്റിനും സുരക്ഷ ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യമാണ് ലേബേഴ്സിന്റെ സേഫ്റ്റിയിൽ പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് ജനറൽ സേഫ്റ്റി മെഷേഴ്സ്. ജനറൽ ആയിട്ട് നമുക്ക് എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആണ് എടുക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓരോ മെഷേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, all laboratory personnel should have a knowledge of laboratory safety policy and procedures and act in accordance with these at all times അല്ലെ. നമുക്കറിയാം എല്ലാ ലബോറട്ടറിയിൽ നിൽക്കുന്ന എല്ലാ ജീവനക്കാർക്കും സുരക്ഷാ നയങ്ങളെ കുറിച്ചും നടപടികളെ കുറിച്ചും ഒരു ഒരു അറിവുണ്ടായിരിക്കണം. അതുകൂടാതെ തന്നെ എപ്പോഴും അവയ്ക്കനുസൃതമായിട്ട് വേണം അവര് പ്രവർത്തിക്കുവാൻ. അപ്പോ എങ്ങനെയാണ് ആ ഒരു സേഫ്റ്റി പോളിസീസും നയങ്ങളും എന്ത് ചെയ്യണം? ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്നവര് അറിഞ്ഞിരിക്കണം. അതുപോലെ അതനുസരിച്ചിട്ട് വേണം, ഇൻ അക്കോർഡൻസ്, അവയ്ക്ക് അനുസൃതമായിട്ട് വേണം അവര് എന്ത് ചെയ്യാൻ? പ്രവർത്തിക്കുവാൻ ലബോറട്ടറിയില്. സെക്കൻഡ് വൺ, ലിസ്റ്റ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി ഷുഡ് ബി പ്രിപ്പയർഡ് അല്ലെ. ഇനി നമ്മൾ പറഞ്ഞു ലബോറട്ടറിയിലെ ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസും മറ്റും സംഭവങ്ങളും അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ അത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് പട്ടിക തയ്യാറാക്കി ഒന്ന് തരംതിരിച്ചൊന്ന് വെക്കുക. Third point, eye wash facility should be made available as stamped alone facility or attached to sink അല്ലെ. ഇപ്പൊ നമുക്ക് ഐ വാഷ് സൗകര്യം, അതായത് സിങ്കിൽ ഘടിപ്പിക്കുകയോ നമുക്ക് വാഷ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം അവിടെ ലബോറട്ടറിയിൽ ഉൾപ്പെടുത്തിയിരിക്കണം. Then fourth point, biohazard symbols should be used on all container equipment that contains bio dangerous material അല്ലെ. ഇപ്പോ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് കളറിലുള്ള കളർ കോഡുള്ള കണ്ടെയ്നേഴ്സ് ആണ് നമ്മൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ ഈ വേസ്റ്റുകൾ ആ ഡിഫറെന്റ് കളറിലെ കണ്ടെയ്നേഴ്സിൽ നമ്മൾ മീൻസ് ഡിസ്പോസൽ ചെയ്യും. അപ്പോ ഇങ്ങനെയുള്ള ഈ കണ്ടെയ്നേഴ്സിൽ ബയോ ഹസാർഡ്സിന്റെ സിംബൽസ് വെക്കണം എന്നാണ് പറയുന്നത്. സേഫ്റ്റി മെഷേഴ്സിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, laboratory personnel should be completely trained in managing fire and non-fire emergencies like large spillage, gas leakage, etc. അല്ലെ. അപ്പൊ ഈ ലബോറട്ടറിയിൽ നിൽക്കുന്ന എല്ലാ പേഴ്സണലും എല്ലാ വ്യക്തികളും കംപ്ലീറ്റ്ലി ട്രെയിൻഡ് ആയിരിക്കണം എന്ന്. ഫയർ എങ്ങനെയാണ്, ഒരു തീപിടുത്തം ഉണ്ടായാല് അതിനെ എങ്ങനെ മാനേജ് ചെയ്യും, അതുകൂടാതെ ബാക്കിയുള്ള എമർജൻസി ആയിട്ടുള്ള ഇപ്പോ സ്പില്ലേജ് വേസ്റ്റുകളോ
അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാസ് ലീക്കേജുകളോ മറ്റും വരികയാണെങ്കിൽ അതിന് എങ്ങനെ നമ്മൾക്ക് കൈകാര്യം ചെയ്യാന്നുള്ളൊരു ട്രെയിനിങ് അവിടുത്തെ സ്റ്റാഫുകൾക്ക് കിട്ടിയിരിക്കണം, അവർക്കത് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അതിനുള്ള ഒരു ട്രെയിനിങ് അവർക്ക് ലഭിച്ചിരിക്കണം. Accident, incident, injuries, record of laboratory personnel should be kept and intimated to the desired authority. അല്ലെ, ഇപ്പൊ നമുക്കറിയാം ആക്സിഡന്റോ അല്ലെങ്കിൽ ഇപ്പൊ ലബോറട്ടറി ജീവനക്കാരുടെ അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങള് അവരെണ്ണം വിട്ടുപോയി. ഓക്കെ. ആംപിൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഷുഡ് ബി ക്വിക്ക്ലി അവൈലബിൾ ഇൻ ദ ലബോറട്ടറി. അല്ലെ, ഇപ്പോ ലബോറട്ടറിയിലെ ആംപിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വിപുലമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും ഫയർ തീപിടുത്തവോ മറ്റും സംഭവിക്കുകയാണെങ്കിൽ അതിനായിട്ടുള്ള എക്സ്റ്റിങ്ക്വിഷേഴ്സ്, അതായത് അഗ്നിശമന ഉപകരണങ്ങൾ ലബോറട്ടറിയിൽ ആവശ്യമാണെന്ന്. ലബോറട്ടറിയിൽ മാത്രമല്ല, നമ്മൾ ഹോസ്പിറ്റലിലും മറ്റു സ്ഥാപനങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഫയറിന്റെ ഒരു എക്സ്റ്റിങ്ക്വിഷർ ഇല്ലേ? എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഉണ്ടാവാറുണ്ട് ഇല്ലേ? ഫയറിന്റെ തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോ അതിൽ നിന്നും അഗ്നിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണ എക്യുപ്മെന്റ് ആണ് അത്. അപ്പൊ അത് ലാബുകളിൽ ഉണ്ടായിരിക്കുക. ആക്സിഡന്റ് ഇൻസിഡന്റ് ഇഞ്ചുറീസ് റെക്കോർഡ് ലബോറട്ടറി personnel should be kept and intimated to the designed authority. ഇപ്പൊ ലബോറട്ടറി ജീവനക്കാരുടെ ഇപ്പൊ എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ പരിക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ രേഖ സൂക്ഷിക്കുകയും അത് അതോറിറ്റി എന്ത് ചെയ്യാം, കൺഫേം ചെയ്യുകയും ചെയ്യണം. Then next നോക്കാം. Do not chew gum, drink, smoke or eat while working in the lab. Laboratory glassware should never be used as food or beverage containers. അതായത് നമ്മള് ലബോറട്ടറിയിൽ വർക്കിംഗ് ചെയ്യുന്ന ആ ഒരു ടൈമില് നമ്മള് ഡു നോട്ട് ഗം അല്ലെ, ഇപ്പൊ ചൂയിങ് ഗം മീൻസ് ഗം ഒക്കെ ചൂയിങ് ഗം ഇടുകയോ അതുപോലെ തന്നെ ഡ്രിങ്ക് ചെയ്യുകയോ അല്ലെങ്കിൽ പുകവലിക്കാനോ ഒന്നും പാടില്ല. അതുപോലെ തന്നെ എന്താണ്, ഭക്ഷണം കഴിക്കാൻ പാടില്ല. മീൻസ് ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ വർക്കിംഗ് ആയിട്ടുള്ള ആ ടൈമില്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഗ്ലാസ് വെയറുകളും അല്ലെങ്കിൽ മറ്റു മീൻസ് ടെസ്റ്റ് ട്യൂബ് പോലത്തെ കുറച്ച് ഗ്ലാസുകളും മറ്റു ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ കുടിക്കാനോ ആയിട്ടൊന്നും ഉപയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പാടില്ല എന്ന് പറയുന്നത്? നമുക്കറിയാം ഇൻഫെക്ഷൻസും അല്ലെങ്കിൽ കെമിക്കൽസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അല്ലെ. അപ്പൊ നമുക്ക് അതിലൂടെ മറ്റു അസുഖങ്ങളും മറ്റും വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. Then always put on suitable clothing. Chemically resistant lab coats or aprons are suggested. അല്ലെ, നമുക്കറിയാം നമ്മൾ ലാബിൽ ചെല്ലുമ്പോഴേ ടെസ്റ്റ് ചെയ്യുമ്പോ ആ ലബോറട്ടറി സ്റ്റാഫുകള് ഓൾറെഡി അവരിട്ടിരിക്കുന്ന നോർമൽ ഡ്രസ്സിലായിരിക്കില്ലല്ലോ, ആണോ? അത്യാവശ്യം ഒരു കട്ടിയുള്ള കോട്ടൊക്കെ ഉണ്ടാവും ഇല്ലേ? ഇനിയാണോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ, നോക്കിയിട്ടുണ്ടോ അത്? അല്ലെ, അവർക്ക് കെമിക്കൽ റെസിസ്റ്റൻസിന് ലാബ് കോട്ട് ഉണ്ടാകും, മീൻസ് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ടാകും അവര് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്? ഇപ്പൊ കെമിക്കൽ റെസിസ്റ്റൻസും മറ്റും തെറിക്കാണ്ടിരിക്കാനും മേത്തേക്കൊന്നും ക്ലോത്തിലോട്ടൊന്നും മീൻസ് നമ്മളുടെ ശരീരത്തിലോട്ട് സ്കിന്നിലോട്ടൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ധരിക്കണമെന്ന് പറയുന്നത്. Handle needles, syringes and other sharp with utmost care. മീൻസ് അറ്റ്മോസ്റ്റ് കെയർ എന്ന് വെച്ചാൽ എന്താണ്? അതീവ ശ്രദ്ധയോട് കൂടി തന്നെ വേണം ഹാൻഡിൽ ചെയ്യാൻ. നീഡിൽസുകളും അല്ലെങ്കിൽ സിറഞ്ചസും ഹാൻഡിൽ ചെയ്യേണ്ടത് അതീവ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. Then compressed gas cylinders should be secured to prevent them from being knocked over. അതായത് ഇപ്പോ കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സേഫ് ആയിട്ട് തന്നെ അവിടെ വെക്കണമെന്ന്. ചെറിയ കംപ്രസ്ഡ് ആയിട്ടുള്ള ഗ്യാസ് സിലിണ്ടർ മറ്റൊക്കെ ഉണ്ടാവില്ലേ ഇപ്പോ ലാബിലൊക്കെ ആണെങ്കിൽ, അപ്പോ അതെല്ലാം സേഫ് ആയിട്ട് തന്നെ വെക്കണം എന്നാണ് ആ പോയിന്റിൽ പറയുന്നത്. Then last one, in the care of a chemical splashing into your eyes or on your skin, immediately flush the affected area with running water for at least 20 minutes eye wash facility. ഇപ്പോ ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും നിങ്ങൾ ലാബോറട്ടറിയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കെമിക്കൽസ് സ്പ്ലാഷ് ചെയ്യാണ്, തെറിച്ച് നമ്മുടെ കണ്ണിലേക്കോ അല്ലെങ്കിൽ സ്കിന്നിലേക്കോ മീൻസ് തെറിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ് എങ്കിലും നമ്മൾ നല്ല രീതിയിൽ ഐ ആണോ അല്ലെങ്കിൽ സ്കിൻ എവിടെയാണോ അത് തെറിച്ചത് അവിടെ നല്ല രീതിയിൽ 20 മിനിറ്റോളം വാഷ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് മെഷർമെന്റ്സിൽ പറയുന്നത്. ഈ കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടർ ഞാൻ പിക്ചർ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കാം കേട്ടോ, ഒന്ന് ഓർമ്മിപ്പിക്കണേ. ഇനി അത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ.
പിക്ചർ കാണിച്ച് എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി തരാം. ഓക്കെ, ബാക്കി പോയിന്റ്സ് കുഴപ്പമില്ലല്ലോ, വായിച്ചു നോക്കിക്കോളൂ. എല്ലാ പോയിന്റ്സും വായിച്ചോളൂ കേട്ടോ. ജനറൽ സേഫ്റ്റി മെഷേഴ്സ് വായിച്ചു നോക്കിക്കോളൂ. കുറച്ചൊക്കെ നമുക്കറിയാവുന്ന സേഫ്റ്റി മെഷേഴ്സ് തന്നെയാണ് അല്ലെ. നമുക്ക് അത്യാവശ്യം ഒരു ലാബിൽ നിൽക്കുമ്പോൾ നമ്മളൊരു ലബോറട്ടറി സ്റ്റാഫ് അല്ലെങ്കിൽ പോലും നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത് അല്ലെ, പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. വായിച്ചു നോക്കിക്കോളൂ. സേഫ്റ്റി മെഷേഴ്സ് വായിച്ചു നോക്കിക്കോളൂ. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് കുറച്ച് പിക്ചേഴ്സ് ആണ് തന്നിരിക്കുന്നത്. സൈൻസ് ആൻഡ് സിംബൽസ് യൂസ്ഡ് ഇൻ എ ലബോറട്ടറി. ജസ്റ്റ് കുറച്ച് ലബോറട്ടറിയിൽ നമ്മൾ പറഞ്ഞ പോലത്തെ സിംബൽസുകളൊക്കെയാണ്. നിങ്ങൾക്ക് ആ സിംബൽസ് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്താണ്, ഡേഞ്ചർ, ഇൻഫ്ലേമബിൾ, അതുപോലെ തന്നെ ഹാർംഫുൾ, പിന്നെന്താണ് കൊറസീവ് വെയിറ്റ്, അതായത് വാഷിംഗ് ഏരിയ അങ്ങനെയുള്ളൊരു ഏരിയ, ദെൻ ഇലക്ട്രിക്കൽ ഹസാർഡ്സ്, ദെൻ റേഡിയേഷൻ ഹസാർഡ്, ബയോ ഹസാർഡ്, റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ, പോയിസൺ, wear gloves, full face mask must be worn, no food or drinks allowed. ഇതെന്താണ്, പുകവലി പാടില്ല എന്നുള്ളൊരു സൈൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഒരു ക്ലാസ്സോട് കൂടി ഒരു ചാപ്റ്റർ കഴിയും. അപ്പോൾ നെക്സ്റ്റിന് നമുക്ക് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മോഡ്യൂളിൽ ഇനി ആക്സിഡന്റ് ആൻഡ് എമർജൻസി മാത്രമേ ഇനി കഴിയാനുള്ളൂ, ആണോ? ഫസ്റ്റ് മോഡ്യൂൾസിലെ ചാപ്റ്റർ ഒക്കെ ബാക്കി കംപ്ലീറ്റ് ആയില്ലേ? ഇനി ആക്സിഡന്റ് ആൻഡ് എമർജൻസി അല്ലേ ഇനി എടുക്കാനുള്ളത്? ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസിയുടെ കോപ്പി ഒന്ന് എടുത്ത് വെക്കണം. കാരണം ഇതൊരു കുറച്ച് 10 മിനിറ്റത്തെ കൂടി ഉണ്ടാവുള്ളൂ ഈ ഒരു ചാപ്റ്ററിന്റെ ഇത്. അപ്പോ അത് ദെൻ നെക്സ്റ്റ് നമുക്ക് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സ്റ്റാർട്ട് ചെയ്യണം. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ചാപ്റ്ററിന്റെ നമ്പർ എനിക്ക് കറക്റ്റ് ആയിട്ട് ഒന്ന് ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്താൽ മതി കേട്ടോ. ഇതാണ് നമ്പർ എന്നേ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ആണ് എന്തായാലും നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത്. 7th ചാപ്റ്റർ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് എഴുതാനുണ്ട്. അത് നോട്ട്ബുക്ക് എടുത്തോളൂ കേട്ടോ. ഫുൾ ഫോം ഒന്ന് എഴുതാനുണ്ടേ. നോട്ട്ബുക്കും പെന്നും എടുത്തോളൂ. അടുത്ത പോയിന്റ് സ്റ്റാർട്ട് ചെയ്താലേ ചിലപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഇനി അധികം ടൈം ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ആ പോയിന്റ് എഴുതാം കേട്ടോ. പോയിന്റ് ചെയ്യാം, വായിക്കാം. നോട്ട്ബുക്ക് എടുത്തോളൂ കേട്ടോ എല്ലാവരും. നമ്മൾ ഈ ചാപ്റ്ററിന്റെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ എഴുതിക്കോളൂ. ഫസ്റ്റ് വൺ എഴുതിക്കോളൂ. ഫുൾ ഫോം ആണ് കേട്ടോ. NABL, നാബൽ കേട്ടോ. NABL ശ്രദ്ധിച്ച് കേട്ട് എഴുതണേ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വരുത്തരുതും. ആരെങ്കിലും ഒരാൾ കറക്റ്റ് സ്പെല്ലിംഗ് ഒന്ന് കമന്റ് ചെയ്തിട്ട് എഴുതിട്ടതിന് ശേഷം ഒന്ന് കമന്റ് ചെയ്തിട്ടാൽ മതി. നിങ്ങൾ അത് എഴുതിക്കോളൂ. NABL
നോക്കാം. നാഷണൽ accreditation board for ഞാൻ പറഞ്ഞത് കേട്ടെന്ന് എഴുതാൻ പറ്റുമെന്ന് നോക്കണേ. എന്നിട്ട് ഞാൻ ലാസ്റ്റ് തരാം, സ്പെല്ലിംഗ് തരാം. ജസ്റ്റ് നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടെന്ന് എഴുതി നോക്കൂ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് calibration laboratories. National Accreditation Board for Testing and Calibration Laboratories. എഴുതിയോ? കംപ്ലീറ്റ് ആയോ? National Accreditation Board for Testing and Calibration Laboratories. കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? ഓക്കെ ആണോ? സ്പെല്ലിംഗ് വേണോ? ഇനി കമന്റ് ചെയ്യണോ സ്പെല്ലിംഗ്? അതെ, കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കമന്റിൽ നോക്കാം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കി എഴുതണേ. കമന്റിൽ നോക്കട്ടോ, കറക്റ്റ് ആയിട്ട് സ്പെല്ലിംഗ് എഴുതണേ. Then second one is the SOP. Standard Operating Procedure. Standard Operating Procedure. SOP. Standard Operating Procedure. Next എഴുതിക്കോളൂ. LIS. Laboratory Information System. LIS. Standard Operating Procedure. LIS എഴുതിക്കോളൂ. Laboratory Information System. Next എഴുതിക്കോളൂ. HIS. Hospital Information System. LIS Laboratory Information System. HIS Hospital Information System. ഓക്കെ, ഇത്രയും വരുന്നുള്ളൂ കേട്ടോ അതിനകത്ത്. ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. QC എന്ന് പറഞ്ഞാല് QC വേണോ? QC അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. ക്വാളിറ്റി കൺട്രോൾ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ചോദിക്കാറൊന്നും ഇല്ല അങ്ങനെ. ക്വാളിറ്റി കൺട്രോൾ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇനി ജസ്റ്റ് ഇത് എഴുതി വെച്ചോളൂ സൈഡില്, കുഴപ്പമില്ല. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ആക്സിഡന്റ് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു പേജോളം കൂടി എടുക്കാനുണ്ട്. അതിനിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പകുതിക്ക് വെച്ച് നിൽക്കും. അതുകൊണ്ടാണ് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാന്ന് പറഞ്ഞത്. അപ്പൊ ഇനി ആക്സിഡന്റ് ആൻഡ് എമർജൻസി ആണ് ഇനി എടുക്കാൻ പോകുന്നത് കേട്ടോ.
ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. എന്താണ് ഡൗട്ട്സ്? ബിനോയ് ചോദിച്ചോളൂ. മാഡം നമുക്ക് ഇപ്പൊ മാഡം ഈ ചാപ്റ്ററിനെ കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ മാഡം പഠിപ്പിച്ച എല്ലാ ചാപ്റ്ററിനും ഇമ്പോർട്ടൻസ് ഉള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എക്സ്പാൻഷനും ഒന്ന് തരാൻ പറ്റും മാഡം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട്? ടോട്ടലി എടുത്തേക്കുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് അങ്ങനെയാണോ? അതായത് മാഡം ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം മൊത്തം കഴിഞ്ഞിട്ട് ഇതുവരെയുള്ള മാഡം പഠിപ്പിച്ചുള്ള ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറെ ക്വസ്റ്റ്യൻസും എക്സ്പാൻഷനും തന്നാൽ ഏത് ഫുൾ ഫോമുകൾ മാത്രമാണോ ചോദിക്കുന്നത് അല്ലെങ്കിൽ ടോട്ടലി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ? മാഡം ഫുൾ ഫോമും വേണം, അതുപോലെ തന്നെ മറ്റേ ഒൻവേർഡും അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും മാഡം. അത് തന്ന വലിയ ഉപകാരമായിരിക്കും. നമുക്ക് എന്തായാലും ടൈം ഉണ്ടാവും, റിവിഷൻ ചെയ്യാനുള്ള ടൈം എന്തായാലും കിട്ടും. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മൊഡ്യൂൾ ഒരു ചാപ്റ്റർ കൂടി എടുക്കാനുണ്ട്. അതൊന്ന് എത്രയും പെട്ടെന്ന് ആ ചാപ്റ്റർ കൂടി നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി എന്നുള്ളൊരു ചാപ്റ്റർ ഫസ്റ്റ് മൊഡ്യൂളിലാണ്. അപ്പൊ അതിന് മുന്നേ എന്തായാലും നമുക്ക് ആ ചാപ്റ്റർ എടുത്ത് തീർക്കണം എന്തായാലും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ തരാം എന്തായാലും കേട്ടോ. നമുക്ക് ആ ചാപ്റ്റർ തീർത്തിട്ടേ നമുക്ക് തരാൻ പറ്റുള്ളൂ. ഓക്കെ, ചാപ്റ്റർ തീർത്തിട്ട് മതി മാഡം. ചാപ്റ്റർ തീർത്തിട്ട് മൊത്തം എടുക്കാൻ മതി. താങ്ക് യു മാഡം. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്തിട്ട് തരാം. ശരി മാം. ദെൻ ഇതുവരെ ഇപ്പോൾ ഉള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നല്ല രീതിയിൽ പഠിക്കും. ബാക്കി എല്ലാം കംപ്ലീറ്റ് ആയില്ലേ? ഫസ്റ്റ് മൊഡ്യൂളും ഒക്കെ ആണല്ലോ. ഇനി ആ ഒരു ചാപ്റ്റർ മാത്രമല്ലേ ഉള്ളൂ, ബാക്കി എല്ലാം കംപ്ലീറ്റ് ആണല്ലോ. മാഡം മോക്ക് ടെസ്റ്റിന് മാർക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഇനിയിപ്പോ നമുക്ക് പറഞ്ഞ എക്സാമിന് ചെറിയൊരു പേടിയൊക്കെ വേണം. എക്സാമിൽ പേടിയൊന്നും വേണ്ട, കാരണം അങ്ങനെ സിമ്പിൾ ആയിരിക്കും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാ ബാച്ചുകാരും നല്ല രീതിയിൽ നല്ല മാർക്കോട് കൂടി തന്നെയാണ് എല്ലാവരും പാസ്സായിരിക്കുന്നത് കേട്ടോ. എക്സാം എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല, നമ്മളുടെ ചാപ്റ്റർ ഒക്കെ തീർന്നിട്ടില്ലല്ലോ. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ അടുത്ത മാസം കാണോ മാഡം? കൺഫേം ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്തായാലും അതിന്റെ ഇൻഫോർമേഷൻ തരും. ഓക്കെ, പേടിക്കണ്ട, എല്ലാവരും നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവും കേട്ടോ. ബുദ്ധിമുട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങള് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാ, റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ കാണുക കേട്ടോ. ഇപ്പൊ ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ കാണാം. ഓക്കെ, റിവിഷൻ ഉണ്ടാവും. റിവിഷൻ തരും കേട്ടോ എന്തായാലും. റിവിഷന് ടൈം ഉണ്ടാകും. മാം, ഇന്റേണൽ മാർക്സ് എന്തിനെ ബേസ് ചെയ്തിട്ടാവും? നമ്മളിപ്പോ അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇന്റേണൽ മാർക്സ് വരിക? അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞത് വേറൊന്നുകൊണ്ടല്ല. എന്തായാലും ക്ലാസ് അറ്റൻഡ് ഇപ്പോ വർക്കിംഗ് ആയിട്ടുള്ള കുറെ സ്റ്റുഡൻസ് ഒക്കെ നമുക്കുണ്ട്. നമുക്ക് ഓൾറെഡി അവര് ജോയിൻ ചെയ്തപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്ലാസ്സിൽ നിങ്ങൾ പെട്ടെന്ന് അങ്ങനെ ഒത്തിരി പേര് കയറിയിട്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ മീൻസ് ലീവ് ചെയ്ത് പോയപ്പോ ജസ്റ്റ് ഞാൻ അങ്ങനെ ക്ലാസ് കേൾക്കാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഇന്റേണൽ മാർക്സ് കുറയ്ക്കൊന്നും ഇല്ല കേട്ടോ എന്തായാലും. കാരണം ഓൾറെഡി റെക്കോർഡ് ക്ലാസ് കാണുന്ന സ്റ്റുഡൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. സോ അതുകൊണ്ട് അങ്ങനെ ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ ഇന്റേണൽ മാർക്ക് കുറയ്ക്കുന്നൊന്നുമില്ല. പിന്നെ നിങ്ങൾ അന്ന് പെട്ടെന്ന് അങ്ങനെ ജസ്റ്റ് അങ്ങനെ പറഞ്ഞുള്ളൂ ഞാൻ ക്ലാസ് എന്ത് പറ്റിയ നിങ്ങളുടെ മീൻസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാ നിഷ മാം പറഞ്ഞിട്ടില്ലേ? ഓൾറെഡി ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലാണല്ലോ എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് നിങ്ങളോട്. ഇല്ല മിസ്, ഇപ്പൊ പുതിയ ഇൻഫർമേഷൻ വന്നതല്ലേ, സിലബസ് മാറിയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അത് എന്തായാലും അറിയിക്കാം. എങ്ങനെയാണെന്ന് പറയാം കേട്ടോ. അത് മാം പറയോട്ടോ നിങ്ങളോട് എങ്ങനെയാണെന്ന് പുതിയ ഇതിന്റെ. ഓക്കെ, ക്ലാസ് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാ, റെക്കോർഡ് ക്ലാസ് ഒന്ന് കയറി കാണുക കേട്ടോ. ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അങ്ങനെ മാർക്കൊന്നും അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ജനറൽ മാർക്ക് നോക്കുകയൊന്നുമില്ല. ഞാൻ പിന്നെ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് അങ്ങനെ മാർക്ക് കുറയ്ക്കുന്നൊന്നുമല്ല പറഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനെ ലീവ് ചെയ്ത് പോയി എന്നുള്ളത് ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ കേട്ടോ. അങ്ങനെ മാർക്ക് കുറക്കുന്ന രീതിയിൽ നിങ്ങൾ വിചാരിക്കണ്ട, അങ്ങനെ കുറയ്ക്കില്ല. കാരണം ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ് നമുക്ക് ജോയിൻ ചെയ്തപ്പോൾ തന്നെ അറിയാം. ഓൾറെഡി ഞങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് മാത്രമേ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റുഡൻസുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് പേടിക്കണ്ട. എന്തായാലും നല്ല രീതിയിൽ ഇന്റേണൽ മാർക്സും ബാക്കി മാർക്സ് ഒക്കെ കിട്ടി എല്ലാവരും നല്ല രീതിയിൽ പാസ്സാവും. ടെൻഷനൊന്നും വേണ്ട. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you. Thank you very much.